ഭരണമേൽക്കുന്നതെന്നാ 86-ൽ. അപ്പൊ ബാപ്പ അബ്ദുൽ മലിക്കിന്റെ കാലവും കഴിഞ്ഞിട്ട് മകനായ വലീദ് ഭരണമേൽക്കുന്നത് 86-ലാണ്. ഈ വലീദ് ഇബ്നു അബ്ദുൽ മലിക് മരിക്കുന്നതോ ഹിജ്റ 96-ൽ. ഇതിന്റെ ഇടയിലാണ് മസ്ജിദുൻ നബവി പിന്നത്തെ വിശാലമായ വിപുലീകരണം നടക്കുന്നത്. അങ്ങനെ വിപുലീകരണം നടക്കുമ്പോ അഭിപ്രായം ഒന്നുണ്ട്, പല ചരിത്രങ്ങളുടെ സുഹൃത്തുക്കൾ അതിൽ വിശാലമായി പറയാൻ എനിക്ക് നേരില്ല. ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ വീട് പള്ളിയിലേക്ക് ചേർക്കണം എന്ന തീരുമാനം ഉണ്ടായി. വിപുലീകരിക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസാണ് അന്നത്തെ ഗവർണർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് വലീദ് കത്തെഴുതിയത് ഹുജറകളൊക്കെ പൊളിച്ച് പള്ളിയിലേക്ക് ചേർക്കണം. അന്നവിടെ ഉണ്ടായ സംഭവങ്ങൾ വർണ്ണനാതീതമാണ്. പലരും അതിന് തയ്യാറായില്ല. പലരും പറഞ്ഞു ഈ വീട് വിട്ടുതരുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എങ്കിൽ നിങ്ങളെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് തന്നെ ഞങ്ങൾ പൊളിക്കും എന്നൊക്കെ ഭീഷണി ഉണ്ടായി. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ചരിത്രം വളരെ വിശാലമാണ്. പലർക്കും സമ്മതമില്ലാതെ തന്നെ നബി കുടുംബത്തിലെ പലരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മേൽക്കൂരയടക്കം ചുമരുകളൊക്കെ പൊളിച്ചിട്ട് ആ റസൂലുള്ളാഹിയുടെ ഖബറുള്ള സ്ഥലം തന്നെ, ആ റൂം തന്നെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് മാറ്റിയത് വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്. സ്വഹാബത്ത് അന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഈ സംഭവം നടത്തുമ്പോ അവിടെ മദീനയിൽ അക്കാര്യം കാണാൻ ശരിയായ റിപ്പോർട്ട് പ്രകാരം ഒരൊറ്റ സഹാബിയും ജീവിച്ചിരിപ്പില്ല. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനവർ എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ പിന്നീട് സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ആ ഖബർ പള്ളിയിലേക്ക് വന്നത്. അപ്പോഴും അതിന്റെ മീതെ കുബ്ബയുണ്ടോ? കുബ്ബ എന്നാണ് ഈ ഖബറിന്റെ മീതെ വന്നത്. ആയിഷ ബീവിയുടെ ഈ ഹുജറയുടെ മീതെ കുബ്ബ വന്നത് ഏത് കാലത്താണ് സുഹൃത്തുക്കളെ? കേട്ടോളൂ, കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ് കുബ്ബ വന്നത്? ഹിജ്റ 678-ൽ മൻസൂർ കലാവൂൻ സാലിഹ് ചക്രവർത്തിയുടെ താൽപര്യപ്രകാരമാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. അതിനു മുമ്പ് റൗള ഷരീഫിന് മുകളിൽ സാധാരണ തട്ട് മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടോളൂ. ഇസ്ലാമിക ഭരണം ഉസ്മാനിയ ഗോത്രക്കാരുടെ കരങ്ങളിൽ അർപ്പിതമായപ്പോൾ അവരും ആ പുണ്യഗേഹം പുതുക്കാനും കൂടുതൽ വിശാലമാക്കാനും തീരുമാനിച്ചു. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ മഹ്മൂദ് രണ്ടാമൻ റൗള ഷരീഫിന്റെ മുകളിലുള്ള പച്ച കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. ഏത് കാലത്തായി കുബ്ബ വരുന്നതെന്നാ പറയുന്നത്? 13-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ സുൽത്താൻ അബ്ദുൽ മജീദ് ഒന്നാമൻ പള്ളിയിലെ പഴയ രൂപത്തിന് മാറ്റം വരുത്താതെ പുതുക്കുകയുണ്ടായി. പിന്നീട് അപ്പോഴായി ചില ഭാഗങ്ങൾ പൊളിക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നടന്നു വന്നു. ഇങ്ങനെ നടന്നു വന്ന നിർമ്മാണം ഹിജ്റ 1265 ശേഷം ഇസ്ലാമിക കലകളോടുകൂടി പൂർണ്ണരൂപം കൊടുത്തത് തുർക്കി ഭരണകർത്താക്കളായിരുന്നു. അങ്ങനെ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് മദീനത്ത് പച്ച കുബ്ബയില്ല, മദീനത്ത് കുബ്ബയില്ല. ഹിജ്റ 678-ലാണ് ആദ്യമായി കുബ്ബ പണിതത് എന്ന് കൃത്യമായി തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി വായിക്കട്ടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറയ്ക്ക് മീതെ 2 കുബ്ബകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതും അതിന് മീതെ മറ്റൊന്ന് വലുതുമായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഹുജറയ്ക്ക് മീതെ കുബ്ബകൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഈ കുബ്ബ ഉണ്ടാക്കിയത്. ഇതൊന്നും ഇസ്ലാമിക നിയമത്തിലുള്ള കുബ്ബയല്ല. ചില രാജാക്കന്മാര് അവരുടെ ഇഷ്ടപ്രകാരം ാണ് ഈ കുബ്ബ ഉണ്ടാക്കിയത്. ഇത് റസൂലിന്റെ സഹാബത്ത് കണ്ടവരല്ല. താബീങ്ങൾ കണ്ടിട്ടില്ല, ഷാഫി ഇമാം കണ്ടിട്ടില്ല, ഹംബലി ഇമാം കണ്ടിട്ടില്ല, അബൂ ഹനീഫ ഇമാം കണ്ടിട്ടില്ല, മാലികി ഇമാം കണ്ടിട്ടില്ല. എത്രയോ കാലത്തിന്റെ ശേഷം 7-ാം നൂറ്റാണ്ടിലാണ് ജനങ്ങളെ മദീനത്ത് ഹുജറക്ക് മീതെ കുബ്ബയുണ്ടാക്കുന്നത്. അത് തന്നെ ഹിജ്റ 1265 ശേഷം അതിൽ ഇസ്ലാമിക കലകളോടുകൂടി അതിൽ
പല എഴുത്തുകളും എഴുതി ചേർത്തിട്ടുണ്ട്, പല പദ്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ ഇസ്ലാമിൽ രേഖയല്ല. അത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് അറിഞ്ഞതല്ല, താബീങ്ങൾ അറിഞ്ഞതല്ല, തബഉ താബീങ്ങൾ അറിഞ്ഞതല്ല, ഇമാമിങ്ങളൊന്നും അറിഞ്ഞതല്ല. അതുകൊണ്ട് കണ്ടില്ലേ മദീനത്തെ കുബ്ബ കണ്ടില്ലേ, അത് കെട്ടാതെ പൊങ്ങിയതാണോ മൗലവി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് കെട്ടിയിട്ടില്ല, താബീങ്ങൾ കെട്ടിയിട്ടില്ല. പിൽക്കാലത്തുള്ള ചില രാജാക്കന്മാര് അവരുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമിൽ രേഖയാണോ, അത് ഇസ്ലാമിൽ നമുക്ക് തെളിവാണോ? സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ മീതെ ഇന്ന് കാണുന്ന കുബ്ബ, പച്ച കുബ്ബ വന്നതെന്നാണ്. അതും ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. പക്ഷേ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെയാണ് മുസ്ലിയാര് സംസാരിക്കാറുള്ളത്. പിന്നെ ഒരു ചോദ്യം, ഖബറ് കെട്ടലുണ്ടോ? പിന്നെ എങ്ങനെയാ മദീനത്ത് വലിയ കുബ്ബ ഉണ്ടായത്? കെട്ടാതെ പൊങ്ങിയതാ, താനേ പൊങ്ങിയതാ? ഇതാ കുബ്ബ നോക്ക്, റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിന്റെ കുബ്ബ നോക്ക്, കെട്ടാതെ പൊങ്ങിയതാ മൗലവി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്കത് പണ്ടേ അവിടെ കുബ്ബയാണ്, പണ്ടേ ആ നിലക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രൂപത്തിലുള്ള പരാമർശങ്ങളാണെന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമികമായ നിയമമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇന്ന് ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, അതും വേണ്ട ഇനി മരിച്ചു കിട്ടിയില്ലെങ്കിലും എത്രയും വേഗമൊന്ന് മറമാടി കിട്ടണം എന്ന ചിന്തയാണ് പലർക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, പല സ്ഥലങ്ങളിലും എത്രയോ ആളുകളെ ആരാണ് അത്തരത്തിലുള്ള കുഴിമാടങ്ങളിൽ ഉള്ളത് എന്നതുപോലും അറിയപ്പെടാത്ത ദർഗകളുണ്ട്, മഖാമുകളുണ്ട് രാജ്യത്ത്. ഖബറിന്റെ അകത്ത് ആരാണ് എന്നറിയപ്പെടാത്തത്, മനുഷ്യനാണോ എന്നറിയില്ല, മൃഗമാണോ എന്നറിയില്ല. അത്തരത്തിലുള്ള വെറും മൺകൂനകൾ കെട്ടിപ്പൊക്കിയിട്ട് ആ രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളും പല ദർഗകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും രാജ്യത്ത് നിലവിലുണ്ട്. നിങ്ങൾ നോക്കൂ, മുസ്ലിമിന്റെ സംസ്കാരമാണോ ഈ സംസ്കാരം മുഴുവൻ വന്നത്? ഇങ്ങനെയുള്ള ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന സംസ്കാരം മുഴുവൻ വന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ. അതിന് തെളിവില്ല. അതിനുള്ള പാരമ്പര്യം മടങ്ങിയെത്തുന്നത് അല്ലാഹു ശക്തമായി തന്നെ കോപിച്ചല്ലോ ഒരു വർഗത്തെ, ആ യഹൂദികളിലേക്കാണ്, നസാറാക്കളിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട സർവ്വ സംസ്കാരങ്ങളും മടങ്ങിപ്പോകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ നോക്കൂ, ആ പ്രത്യേകമായ കൽപ്പനകളെയും നിയമാവലികളെയും ഒക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചുകൊണ്ട് രാജ്യത്തതാ എങ്ങനെയെങ്കിലും ഒരു ദർഗയുണ്ടായാൽ മതി, എങ്ങനെയെങ്കിലും ഒരു ജാറമുണ്ടായി കിട്ടിയാൽ മതി എന്ന നിലക്ക് ആളുകൾ അങ്ങനെ പലയിടത്തും യാതൊരു മുതൽ മുടക്കുമില്ലാതെ, ഒരു മൂലധനവും ഇറക്കാതെ പൊടിപൊടിക്കാവുന്ന ഒരു വ്യവസായമാണ് ഈ ജാറ വ്യവസായം എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ തെണ്ടി നടക്കുകയാണ്. എന്തിന്? ജാറങ്ങൾ കിട്ടാൻ. ഓരോരുത്തർ പരിശോധിച്ചു യാത്ര ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും ഖബറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഇന്റർനെറ്റ് പ്രചരിപ്പിച്ചപ്പോ ചില ആളുകളൊക്കെ വെബ്സൈറ്റുകളിൽ പരതി നോക്കി, എവിടെയൊക്കെ ജാറങ്ങളുണ്ട്. കിട്ടിപ്പോയി പലർക്കും പല ജാറങ്ങളും അഡ്രസ്സില്ലാത്ത ജാറങ്ങളാണ്. ഇസ്രായേലിന്റെ ഒരു ജാറമുണ്ട്, ഇസ്രായേലിൽ ഒരു ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ജൂതന്റെ സർവ്വ ചിഹ്നങ്ങളും ആ ജാറത്തിന്റെ മുകളിൽ തന്നെയുണ്ട്. അതൊക്കെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ഖബറുകളാണ് ഓരോരുത്തരുടെ പേരിലതാ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നത്. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽക്കിങ്ങോട്ട് എല്ലാ അംബിയാഇന്റെ പേരിലും ഖബറുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല പലരുടെയും പേരിൽ പല ഖബറുകളാണ്, ഒരാളുടെ പേരിൽ തന്നെ പല ഖബറുകളാണ്. ഈജിപ്ത് സന്ദർശിച്ചു നോക്കൂ, ഒരേ പേരിൽ തന്നെ എത്രയെത്ര ജാറങ്ങളാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളിലതാ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ വ്യത്യസ്ത ഖബറുകളല്ല, ഒരേ വ്യക്തിയുടെ പേരിൽ തന്നെ അതാ വ്യത്യസ്ത ജാറങ്ങൾ കാണുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനും മുസ്ലിയാന്മാർക്ക് ഫത്വയുണ്ട്.
അതെന്താണെന്നല്ലേ? നിങ്ങൾ അതിലൊന്നും വിഷമം വിചാരിക്കേണ്ടതില്ല. അവര് ന്യായം പറയുന്നത് എന്താണെന്നോ? മഹാന്മാരായ ഔലിയാക്കള്, മഹത്തുക്കള് അവര് ആരെ